മോദിജിയോടുള്ള ആരാധന മൂത്ത് ബി.ജെ.പി ചേർന്ന ആളായിരുന്നു അണ്ണാമലൈ. അങ്ങനെ ബി.ജെ.പി ചേർന്നതിന് ശേഷം വലിയ സംഭവമായിട്ട് ഇങ്ങനെ കൊണ്ടുവന്നിരുന്ന, അതായത് എനിക്കിപ്പോഴും ഓർമ്മയുണ്ട്, നമ്മുടെ നാട്ടിലെ ചില എന്താ പറയുക, ഈ സംഘി മാധ്യമങ്ങൾ, ABC മലയാളം പോലെ നമ്മുടെ അതിൽ കുത്തിയിരുന്നത് നമ്മുടെ വെറയൻ മോഹൻദാസ് ഒക്കെ പറഞ്ഞിരുന്നത്, മോദിജി കഴിഞ്ഞാൽ ഒന്ന് രണ്ട് യോഗി കഴിഞ്ഞാൽ മൂന്നാമതായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകാൻ പോകുന്ന ആളാണ് അണ്ണാമലൈ എന്നാണ് പറഞ്ഞത്. കാരണം ബി.ജെ.പിയുടെ കൂടെ ചേർന്ന് അണ്ണാമലൈ ഭയങ്കര സംഭവമാക്കും, അതാക്കും ഇതാക്കും എന്നൊക്കെ പറഞ്ഞിട്ടായിരുന്നു ഇയാളെ ആദ്യം അവതരിപ്പിച്ചത്. അങ്ങനെ അവതരിപ്പിച്ച് കുറച്ച് കഴിഞ്ഞപ്പോഴാണ് ഈ പറഞ്ഞ അണ്ണാമലൈക്ക് ഒരു കാര്യം മനസ്സിലായത്. അതായത് ബയോളജിക്കൽ ദൈവം എന്ന് മോദി വെറുതെ തള്ളിയതാണ്, ഇയാൾ ദൈവമൊന്നും അല്ല എന്നുള്ളതും ഇയാളെ കൊണ്ട് പറഞ്ഞ പരിപാടികളൊന്നും നടക്കുന്നില്ല എന്നുള്ളതൊക്കെ ഇയാൾക്ക്, അതായത് അണ്ണാമലൈക്ക് പിന്നീട് കാര്യം മനസ്സിലായി. അങ്ങനെ അണ്ണാമലൈ ഇതിനെതിരെ ഓരോ കാര്യങ്ങൾ എതിർത്ത് സംസാരിച്ചിട്ടും, അതല്ലെങ്കിൽ ഇതല്ല പരിപാടി, അതായത് നിങ്ങൾ കാണിക്കുന്ന സംഗീതമല്ല രാജ്യത്തിന് വേണ്ടതെന്നുള്ള ചിന്തകൾ ഉള്ളത് കൊണ്ട് തന്നെ പുള്ളി ചില കാര്യങ്ങളൊക്കെ പറഞ്ഞു തുടങ്ങി. അതോടുകൂടി പുള്ളിനോട് ഇവർക്ക് കട്ട ദേഷ്യമായി. അതായത് ഇവനെ പോലത്തെ നല്ല ചിന്താഗതി അല്ലെങ്കിൽ നല്ല രീതിയിൽ ചിന്തിക്കുന്ന ആളുകളും കൊണ്ട് മുന്നോട്ട് പോയി കഴിഞ്ഞാൽ കാര്യം നടക്കൂല. നമുക്ക് കുനിഷ്ടും കുന്നായ്മയും കുത്തിത്തിരിപ്പും ചെറ്റത്തരും വർഗീയതയൊക്കെ ഉള്ള ആൾക്കാർ തന്നെ വേണം എന്ന് മനസ്സിലാക്കിയതോട് കൂടിയിട്ടാണ് അണ്ണാമലയെ ഒതുക്കി നിർത്താൻ തുടങ്ങിയത്. ഈ കഴിഞ്ഞ ഇലക്ഷൻ ആണെങ്കിൽ നമുക്കറിയാം അണ്ണാമലയ്ക്ക് വേണ്ട എന്താ പറയുക ഇലക്ഷൻ ഡ്യൂട്ടികളോ അതല്ലെങ്കിൽ സംസ്ഥാനത്തിന്റെ ഒരു തരത്തിലുള്ള പദവികളും കൊടുക്കാതെയാണ് അണ്ണാമലയെ മാറ്റി നിർത്തിയത്. അങ്ങനെ ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് അണ്ണാമലയ്ക്ക് സ്വയറിവ് അല്ലെങ്കിൽ ആരാധ്യ പുരുഷൻ യഥാർത്ഥത്തിൽ വലിയൊരു എന്താ പറയുക വെറും ചക്കക്കുരു എന്ന് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പുള്ളി ബി.ജെ.പി വിടുകയാണ് എന്നുള്ള കൺഫർമേഷൻ ഇന്നലെ സ്ഥിരീകരിച്ചിട്ടുണ്ട്. ബി.ജെ.പി വിട്ട് നേരെ കോൺഗ്രസിലോട്ട് പോകുന്നു, അല്ലെങ്കിൽ നേരിട്ട് DMK-ലോട്ട് പോകുക, അല്ലെങ്കിൽ TVK-ലോട്ട് പോകുക, അങ്ങനത്തെ പരിപാടികളൊന്നുമില്ല. സ്വന്തമായിട്ടൊരു പാർട്ടി അങ്ങോട്ട് തീരുമാനിക്കുക. അതായത് ജനങ്ങളുടെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്തൊക്കെയാണ്. ഇപ്പോൾ കോക്രോച്ച് പാർട്ടി എന്താണെന്ന് പറഞ്ഞത്, അതായത് ഞങ്ങൾ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയും ഭാഗമല്ല, പകരം എന്താണോ നമ്മുടെ നാടിൻ്റെ യഥാർത്ഥ പ്രശ്നങ്ങൾ എന്ന് തിരിച്ചറിഞ്ഞ്, അല്ലെങ്കിൽ യുവജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, അതല്ലെങ്കിൽ അല്ലാത്ത ജനങ്ങളുടെ പ്രശ്നങ്ങൾ എന്താണ്, രാജ്യം എങ്ങോട്ടാണ് പോകുന്നത് എന്നുള്ള തിരിച്ചറിവോടുകൂടി ഒരു സെറ്റ് ചെയ്തിട്ട് കുറച്ച് അജണ്ടകൾ സെറ്റ് ചെയ്ത് ഒരു പാർട്ടി ഉണ്ടാക്കാം എന്നാണ് പുള്ളിയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതായത് ബി.ജെ.പി വിടുന്ന കാര്യം മാത്രമല്ല, പാർട്ടി ഉണ്ടാക്കുക, അതൊരു വലിയ മൂവ്മെൻ്റ് ആണ്. കാരണം അത്തരത്തിലൊരു പാർട്ടിയും കൂടെ ഇനി അവിടെ വന്നു കഴിഞ്ഞാൽ പിന്നെ ഒതുക്കാൻ പലരും ശ്രമിക്കുമായിരിക്കും. പക്ഷെ പുള്ളിയെ ഒരു എന്താ പറയുക, ഒരു യുവത്വം എന്നുള്ള രീതിയിൽ യുവാക്കൾ ഒരുപാട് പേര് സപ്പോർട്ട് ചെയ്യുന്നുണ്ടായിരുന്നു അണ്ണാമലൈനെ. നമുക്ക് ഓർമ്മയുണ്ടോ ഈ ഒരു ഇൻസിഡൻ്റ് ഒക്കെ? നിങ്ങൾക്ക് ഓർമ്മയില്ലേ? അണ്ണാ യൂണിവേഴ്സിറ്റിയിൽ ഒരു വിദ്യാർത്ഥി എന്താ പറയുക ബലാത്സംഗത്തിന് ഇരയാകുന്നു. അതിൻ്റെ കാരണം DMK പോലീസിലുള്ള വീഴ്ചയാണ്, അല്ലെങ്കിൽ അവിടുത്തെ സുരക്ഷാ പദ്ധതികളൊന്നും കറക്റ്റ് അല്ലാത്തതുകൊണ്ടാണെന്ന് പറഞ്ഞ് പുള്ളി സ്വന്തം ചാട്ടവാർ മേലടിച്ചു. ഒരു നാടകമായിരുന്നെങ്കിലും സ്വന്തം ചാട്ടവാർ മേലടിച്ചു. കറക്റ്റ് 6 അടി വീണ സമയത്തേക്ക് പിന്നിൽ നിന്നിരുന്ന പ്രവർത്തകർ പുള്ളി ഓടി വന്ന, അയ്യോ അണ്ണാ ഇങ്ങനെ ചെയ്യരുത്, അതൊക്കെ ഒരു നാടകം. ഓക്കെ, എന്താണെങ്കിലും പുള്ളി ഇത്തരത്തിലുള്ള കുറേ കാര്യങ്ങൾ മുന്നോട്ട് വന്നിരുന്നു. ഇത്തരത്തിലുള്ള കാര്യങ്ങൾ പറഞ്ഞപ്പോഴാണ് പുള്ളി തന്നെ പിന്നെ ആലോചിച്ചത്, അതായത് നമ്മളിപ്പോൾ DMK സർക്കാരിനെ അല്ലെങ്കിൽ DMK പോലീസിനൊന്നും ചീത്ത പറഞ്ഞിട്ട് കാര്യമില്ല. കാരണം ഇന്ത്യ മൊത്തത്തിൽ ഭരിക്കുന്ന, തൻ്റെ ആരാധ്യ പുരുഷൻ്റെ അടിയിൽ നമ്മുടെ അമിട്ട് ഭരിക്കുന്ന പോലീസ് അല്ലെങ്കിൽ ഇന്ത്യയുടെ സുരക്ഷ തന്നെ ഇതിനൊക്കെ കഷ്ടപ്പാടാണ്. ഇന്ത്യയിൽ എവിടെ ചെന്ന് കഴിഞ്ഞാലും സ്ത്രീകൾക്ക് സുരക്ഷ ഇല്ല എന്നുള്ളതും സ്ത്രീകളെ ക്രൂരമായിട്ട് ബലാത്സംഗം ചെയ്യപ്പെടുന്നത് ഈ പറഞ്ഞ മന്ത്രിസഭയിൽ അല്ലെങ്കിൽ നമ്മുടെ കേന്ദ്ര ക്യാബിനറ്റിലെ മന്ത്രിമാരാണെന്നുള്ളതും അതിനെ ചോദ്യം ചെയ്ത് കഴിഞ്ഞാൽ ചോദ്യം ചെയ്യുന്നവൻ ജയിലിലാവും എന്നുള്ളതും, അങ്ങനത്തെ മന്ത്രിമാർ സുഖമായിട്ട് ഇറങ്ങി നടക്കും, അവൻ്റെ മക്കളെ മക്കൾക്കും സുഖമായിട്ടുള്ള രാഷ്ട്രീയ ഭാവി പദവി ഒരുക്കി കൊടുക്കും എന്നുള്ളതൊക്കെ ഈ അണ്ണാമലയ്ക്ക് വ്യക്തമായിട്ട് മനസ്സിലായിട്ടുണ്ട്. ഇന്ത്യയിൽ എല്ലാവർക്കും മനസ്സിലായിട്ടുള്ള കാര്യമാണ്. അപ്പോൾ ഇപ്പോഴും അന്ധമായിട്ട് അതിൻ്റെ പിന്നാലെ പോകുന്ന ആളുകൾക്കാണ് ഇപ്പോഴും ബോധം വെക്കാത്തത് എന്നുള്ള മനസ്സിലായി. അങ്ങനെ പുള്ളി ഒരു രാഷ്ട്രീയത്തിനപ്പുറത്ത് രാഷ്ട്രീയേതര പാർട്ടി ഉണ്ടാക്കണം, അല്ലെങ്കിൽ ഒരു സംഘടന ഉണ്ടാക്കണം എന്നാണ് ഇപ്പോൾ അണ്ണാമലൈ തീരുമാനിച്ചിട്ടുള്ളത്. ഉടനടി ഒരു രാഷ്ട്രീയ പാർട്ടി രൂപീകരിക്കുന്നതിന് പകരം ജനങ്ങളുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കി പരിഹരിക്കുന്നതിനായിട്ടുള്ള ഒരു രാഷ്ട്രീയേതര പാർട്ടി, ഒരു പൊതുപ്രവർത്തന പാർട്ടി ഉണ്ടാക്കണം എന്നുള്ള രീതിയിലാണ് പുള്ളിയുടെ ചില പദ്ധതികൾ. അതായത് പുള്ളിക്ക് ഇപ്പോൾ ഒരു സംഘടന, പുള്ളി ഒരു ഇത് കൊണ്ട് ഒരു NGO പോലത്തെ ഒരു സംഭവം കൊണ്ട് നടക്കുന്നുണ്ട്. അതായത് അതിൻ്റെ പേരെന്തായിരുന്നു? വി ദ ലീഡേഴ്സ് എന്നും പറഞ്ഞിട്ടുള്ള ഒരു ലാഭരഹിത സംഘടന പുള്ളി കൊണ്ടു നടക്കുന്നുണ്ട്. അപ്പം ഇതിന്റെ കീഴിൽ ഇതൊരു പ്രസ്ഥാനമാക്കി മാറ്റി ഇതിന്റെ കീഴിൽ ഒരു പാർട്ടി അല്ലെങ്കിൽ ഒരു മൂവ്മെന്റ് ചെയ്യണം എന്നുള്ളതാണ് അണ്ണാമലയുടെ ഇപ്പോഴത്തെ തീരുമാനം. അതായത് ഇത്തരത്തിലുള്ള സമാന ചിന്താഗതിയുള്ള വ്യക്തികളെ, പ്രത്യേകിച്ച് യുവാക്കളെ ഒന്നിപ്പിക്കുക, ശക്തമായിട്ടുള്ള വളണ്ടിയർ ശൃംഖല സൃഷ്ടിക്കുക, താഴെത്തട്ടിൽ നിന്നും ഭാവിയിലെ രാഷ്ട്രീയ നേതാക്കളെ വളർത്തിയെടുക്കുക എന്നിവയാണ് ഈ പ്രസ്ഥാനം ലക്ഷ്യമിടുന്നത്. തമിഴ്നാട്ടിലെ യുവാക്കളെയാണ് ഇതിന്റെ പ്രധാനമായിട്ടും, അതായത് ഈ പ്രസ്ഥാനത്തിന്റെ ആദ്യ ഭാഗമായിട്ട് പുള്ളി ലക്ഷ്യം വെക്കുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു രാഷ്ട്രീയ പാർട്ടി ആരംഭിക്കുന്നില്ലെന്നും പകരം യുവാക്കളെ കേന്ദ്രീകരിച്ചിട്ടുള്ള ഇത്തരത്തിലുള്ള പ്രസ്ഥാനങ്ങളിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കുന്നു എന്നാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ട്. ബി.ജെ.പിയുമായി തന്റെ ഭാവി നിലപാടുകൾ വ്യക്തമാക്കുന്ന ഔദ്യോഗിക പ്രഖ്യാപനം അടുത്ത 15 ദിവസത്തിനടക്കം ഉണ്ടാകും.
അതായത് 15 ദിവസം കിടക്ക് തൻ്റെ BJP ഇന്ന് പോകുന്ന BJP വിടുന്ന പ്രഖ്യാപനം ഉണ്ടാകും എന്നാണ് പുള്ളിയുടെ ഭാഗത്തു നിന്നുള്ള ഒരു റിപ്പോർട്ട് വരുന്നത്. ഈ തെരഞ്ഞെടുപ്പിന്റെ അനന്തര ഫലങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. 2026 തെരഞ്ഞെടുപ്പിൽ എന്താണ് സംഭവിച്ചത് നമുക്ക് നല്ലപോലെ അറിയാം. സംസ്ഥാനത്ത് BJPക്ക് കനത്ത തോൽവിയാണ് ഉണ്ടായിട്ടുള്ളത്. പണ്ടത്തേനേക്കാളും വോട്ട് വിഹിതം കുറഞ്ഞ് BJP കനത്ത ഒരു തോൽവി തന്നെയാണ് സംസ്ഥാനത്ത്, അതായത് തമിഴ്നാട് സംസ്ഥാനത്ത് ഉണ്ടായത്. അതുമാത്രമല്ല 2026 തെരഞ്ഞെടുപ്പിനായി BJP ANDMK സഖ്യമുണ്ടാക്കിയപ്പോൾ അണ്ണാമലൈനെ പാർട്ടി അധ്യക്ഷ സ്ഥാനത്ത് നീക്കിയതായി നമ്മൾ കണ്ടിട്ടുണ്ട്. മാത്രമല്ല നേരത്തെ 2024 BJP ഒറ്റയ്ക്ക് മത്സരിച്ചപ്പോൾ 15% വോട്ടാണ് ആകെ, അതായത് തമിഴ്നാട്ടിൽ BJPക്കും AIDMKക്കും കൂടി നേടാൻ കഴിഞ്ഞത് 11% വോട്ട് മാത്രമാണ്. അതുകൊണ്ട് തന്നെ ഒരു വലിയ അതൃപ്തി BJPയുടെ സൈഡിൽ നിന്ന് ഉണ്ടായിട്ടുണ്ട്. അല്ലെങ്കിൽ മോദിജിക്ക്, അതായത് തന്നെ ദൈവമായിട്ട് കണ്ട അണ്ണാമലയോട് വലിയൊരു ഇഷ്ടക്കേട്, അല്ലെങ്കിൽ മോദിജിയുടെ അതായത് ദൈവ കോപം ഉണ്ടായിട്ടുണ്ട്. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ പറഞ്ഞ കേന്ദ്ര നേതൃത്വം ഇയാളെ അവിടെ നിന്ന് ഔട്ടാക്കി തുടങ്ങിയിട്ടുണ്ടായിരുന്നത്. പുള്ളിക്കും കാര്യം മനസ്സിലായിരുന്നു, അതായത് വർഗീയത പറഞ്ഞിട്ടില്ലെങ്കിൽ ഇവിടെ എവിടെയും പിടിച്ചു നിൽക്കാൻ പറ്റില്ല. കുറച്ച് വർഗീയതയും കുറച്ച് ബീഫും കുറച്ച് എരുമയും കുറച്ച് ലിങ്കും ഒക്കെ കയറ്റി കഴിഞ്ഞാൽ മാത്രമേ BJP വോട്ടുകൾ കിട്ടുള്ളൂ എന്ന് പറഞ്ഞ് മനസ്സിലാക്കിയതുകൊണ്ട് തന്നെ പുള്ളി ആ പരിപാടി വിട്ടതായിട്ട്, അല്ലെങ്കിൽ വിട്ടുകൊണ്ടിരിക്കുന്നതായിട്ടുള്ള ഒരു സമാന്തര ചർച്ചകളും അല്ലെങ്കിൽ സമാന്തര കാഴ്ചകളുമാണ് നമ്മൾ കഴിഞ്ഞ ഒരു വർഷമായിട്ട് കണ്ടുകൊണ്ടിരിക്കുന്നത്. അതിൻ്റെ അനന്തര ഫലമായി അവസാനത്തോട്ടാണ് പുള്ളി പാർട്ടി വിട്ട് പുതിയൊരു പ്രസ്ഥാനം ഉണ്ടാക്കുക എന്നുള്ള ഒരു തീരുമാനത്തിലോട്ട് എത്തിയിട്ടുള്ളത്. അപ്പോൾ ഇതിനൊക്കെ കുറിച്ചിട്ടുള്ള ഒരു ഔദ്യോഗിക പ്രഖ്യാപനം ഈ ജൂൺ 4-5 തീയതികളിൽ ഉണ്ടാവും എന്നാണ് പറയുന്നത്. കാരണം പുള്ളിയുടെ ബർത്ത്ഡേ എന്നാണ്, ജൂൺ 4-ാണ് പുള്ളിയുടെ ജന്മദിനം. ബർത്ത്ഡേ വരുന്നത് ജൂൺ 4-ാണ്. അപ്പം 4-ാം തീയതിയോ 5-ാം തീയതിയോ ആയിട്ട് പുള്ളി ഈ ഒരു കാര്യം പ്രഖ്യാപിക്കും എന്നുള്ളൊരു ന്യൂസ് കൂടെ പുറത്തു വരുന്നുണ്ട്. പിന്നെ ഞാൻ കണ്ടതിൽ തമിഴ്നാട്ടിൽ BJPയുടെ ഭാഗമായിട്ട് സംസാരിക്കുന്നതിൽ ഒരു വർഗീയത ചീരാതെ അല്ലെങ്കിൽ വർഗീയത സംസാരം ഞാൻ പുള്ളിയുടെ അടുത്ത് കണ്ടിട്ടില്ല. പുള്ളി മോദിയെ വലിയ പുരുഷനായിട്ട് അല്ലെങ്കിൽ ചക്കക്കുരുവൊക്കെ ആയിട്ട് ഇങ്ങനെ കൊണ്ടു നടന്നെങ്കിലും അതിൽ കാര്യമില്ലാന്ന് പുള്ളിക്ക് പിന്നീട് മനസ്സിലായി. കാരണം പിടിച്ചു നിൽക്കണമെങ്കിൽ BJP RSS സംഘപരിവാർ പാർട്ടിയിൽ പിടിച്ചു നിൽക്കണമെങ്കിൽ നീ ഏറ്റവും കൂടുതൽ ഒരു തേർഡ് റേറ്റ് ചിന്താഗതി ഉണ്ടായിരിക്കണം. അത് നിൽക്കുന്നില്ല ആർക്കാണെങ്കിലും, ആ പാർട്ടിയിൽ ഏതൊരുത്തന്നെ എടുത്ത് നോക്കിയാലും മനസ്സിലാവും. ഇനി അതല്ലാതെ ചിന്താഗതിയുള്ള ആളുകളാണെങ്കിൽ ഒന്നുകിൽ അവർക്ക് മിണ്ടാണ്ട് അവിടെ അടങ്ങിയിരിക്കുക, അതായത് പ്രത്യേകിച്ച് പദവിയോ സ്ഥാനങ്ങളിലോട്ടൊന്നും അവർക്ക് വരാൻ പറ്റില്ല. അതല്ല ഇതിനെപ്പറ്റി സംസാരിക്കണം, ഇത് തന്നെ സംസാരിച്ച് കഴിഞ്ഞാൽ മാത്രമേ എന്തെങ്കിലും ഒരു കാര്യം ഉണ്ടാവുള്ളൂ. ഇപ്പം രാഘവ് ചന്ദനെ പോലത്തെ ആളുകൾ ഇപ്പം നീറ്റ് എക്സാമിനെ പറ്റി ഇതുവരെ തുറന്നിട്ടില്ല, അല്ലെങ്കിൽ CBSE എക്സാം അട്ടിമറിനെ പറ്റി ഇതുവരെ തുറന്നിട്ടില്ല. അതിൻ്റെ മുമ്പ് BJP ചേരുന്നതിൻ്റെ മുമ്പ് യുവാക്കൾക്ക്, അതല്ലെങ്കിൽ ഒരു എന്താ പറയുക, എയർപോർട്ടിലെ പഴംപൊരിയും ചായയുടെ വില വരെ കൂടിയതിന് സംസാരിച്ച ആൾ ഇത്രയും വലിയൊരു നീറ്റ് എക്സാം പോലത്തെ ഒരു കാര്യം അട്ടിമറി നടന്നതിനെ പറ്റിയോ അല്ലെങ്കിൽ CBSE പറ്റിയോ ഒന്നും മിണ്ടാതിരിക്കണം. അപ്പം BJP ചേർന്ന് കഴിഞ്ഞാൽ നിങ്ങൾ രാജ്യത്ത് നടക്കുന്ന തെറ്റായിട്ടുള്ള കാര്യങ്ങൾക്ക് എതിരെ മിണ്ടാണ്ടിരിക്കുകയും രാജ്യത്ത് ആവശ്യമില്ലാത്ത പശുമ്പൻ്റെ വർത്താനും ഗോമാതാവിൻ്റെ വർത്താനും തീട്ടത്തിൻ്റെ വർത്താനും അതല്ലെങ്കിൽ ഇത്തരത്തിലുള്ള വർഗീയത വർത്താനും രാജ്യദ്രോഹത്തിൻ്റെ വർത്താനം, രാജ്യദ്രോഹം എന്ന് പറഞ്ഞാൽ BJPക്കാരുടെ രാജ്യദ്രോഹം, യഥാർത്ഥ രാജ്യദ്രോഹമല്ല, BJPക്കാരുടെ രാജ്യദ്രോഹത്തിൻ്റെ വർത്താനം ഒക്കെ പറഞ്ഞെങ്കിൽ മാത്രമേ പാർട്ടിയിൽ പിടിച്ചു നിൽക്കാനും പറ്റുള്ളൂ, എന്തെങ്കിലുമൊക്കെ സ്ഥാനത്ത് വരാനും പറ്റുള്ളൂ. അല്ലെങ്കിൽ മിണ്ടാണ്ട് ചന്ദന പോലത്തെ എവിടെയെങ്കിലും അടങ്ങി ഒതുങ്ങി മൂട്ടിൽ കുത്തിയിരുന്നൂല, കിട്ടുന്ന അണ്ണാക്കിലോട്ട് തള്ളിത്തരുത പൈസയും വെച്ചിരുന്നൂല. ഇതാണ് BJPയുടെ ഒരു രാഷ്ട്രീയ ലൈൻ. അപ്പോൾ അതിൽ നിന്ന് മാറി ചിന്തിക്കുന്ന ആൾക്കാരാണ് BJP വിട്ടുപോകുന്നത്. അതല്ലാണ്ട് കിട്ടുന്ന കാശെല്ലാം കൂടെ പോക്കറ്റിലിട്ട് ഞങ്ങൾക്ക് എതിരെയുള്ള കേസുകളെല്ലാം പിൻവലിച്ച് ഇനി ഇവിടെ നിന്നിട്ട് ഞങ്ങൾക്ക് ക്ലീൻ ചീറ്റ് കിട്ടി ഞങ്ങൾക്ക് തോന്നിയ പോലെ എന്ത് ചെറ്റത്തരം കാണിക്കാം എന്നുള്ള രീതിയിൽ ചിന്തിക്കുന്ന ആളുകൾ നേരെ BJPയിലോട്ടും പോകുന്നുണ്ട്. അതാണ് ഇപ്പോഴത്തെ നമ്മുടെ നാട്ടിലെ ഒരു രാഷ്ട്രീയ സാഹചര്യമായിട്ട് കാണുന്നത്. അപ്പോൾ അണ്ണാമലൈ, അതായത് ഭാവി എനിക്ക് തോന്നുന്നു 2040കളിൽ BJP വക്താവായിട്ട് ഇന്ത്യയുടെ പ്രധാനമന്ത്രിയാകും എന്ന് കൊട്ടിഘോഷിച്ച മലയാളി മാധ്യമങ്ങൾ, അതായത് ഞാൻ ഉദ്ദേശിച്ചത് ABCD മലയാളം പോലത്തെ മലയാളി സംഘപരിവാർ മാധ്യമങ്ങൾ മാമമാരും കുത്തിയിരുന്ന് കെട്ടിഘോഷിച്ച ആളുതാ ആ പറഞ്ഞ BJPന്ന് പടിയിറങ്ങി തൻ്റെ ആരാധ്യ പുരുഷൻ വെറും ഗിമിക്കും ഉടായ്പുമാണെന്ന് മനസ്സിലായിട്ട് പടിയിറങ്ങി മറ്റൊരു പാർട്ടി രൂപീകരിക്കുന്ന അവസ്ഥയിലോട്ട് എത്തിയിട്ടുണ്ട്. ഇങ്ങനെ ഓരോരുത്തർ ചിന്തിക്കുന്ന സമയം വരും, അധികം വൈകാണ്ട് ഉറപ്പാണ്.